നമ്മള് ഇന്ന് തന്നെ ആ വണ്ടി പോയിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നില്ലേ? ശരിയാ. ശബരി പറഞ്ഞ പ്രകാരം മയൂരി ഗാർമെന്റ്സിൽ പോയതും അവിടെ നിന്ന് ദാസങ്ങളെ കാണാൻ പോയതൊക്കെ സ്വന്തമായൊരു വണ്ടി കയ്യിലുള്ളതുകൊണ്ടാ. അതെ, മയൂരി ഗാർമെന്റ്സ് വാങ്ങാൻ ദാസങ്ങളെ സഹായിക്കാന്ന് സമ്മതിച്ചതുകൊണ്ട് ഇനി ഞങ്ങൾ വണ്ടി വിൽക്കുന്നില്ല ചീരു. നീ പറഞ്ഞതുപോലെ ഐശ്വര്യമുള്ള ആ വണ്ടി തൽക്കാലം ഞങ്ങൾ വിൽക്കുന്നില്ല, അല്ല രഘുവേട്ടാ? ബിസിനസ് തുടങ്ങുമ്പോ എന്തായാലും വണ്ടി വേണമല്ലോ. ആ, ബിസിനസ് തുടങ്ങിയ രഘുവേട്ടന് ഇതിലും വലിയ വണ്ടിയൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോഴും ഭാഗ്യം കൊണ്ടുവന്ന് ഈ വണ്ടി മറക്കാതിരുന്നാ മതി. എന്തായാലും നിങ്ങൾക്ക് ദാസങ്ങളെ കാണാൻ തോന്നിയത് നന്നായി. അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഈ സമയത്ത് എല്ലാ രീതിയിലും സഹായിക്കാൻ കഴിയും. മയൂരി ഗാർമെന്റ്സ് എപ്പോഴായിരിക്കും രഘുവേട്ട നിങ്ങളുടെ കയ്യിൽ വരുന്നത്? ഓണം കഴിഞ്ഞിട്ടായിരിക്കും രജിസ്ട്രേഷൻ. പിന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ നമുക്ക് റൺ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോ രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും ഓണം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയാൽ മതിയല്ലേ? അതുപോലെ അതിനു മുമ്പ് ദാസങ്ങളുടെ അടുത്തേക്ക് പോണം. അദ്ദേഹവുമായി ആലോചിച്ച് ചെയ്യേണ്ട വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യും. അത് ശരിയാ. ഇത്രയും വലിയൊരു സ്ഥാപനം അത്ര എളുപ്പമൊന്നും കയ്യിൽ വരില്ലല്ലോ. എല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്താൽ മതി രഘുവേട്ട. രഘുവേട്ടന്റെ അമ്പിളി ചേച്ചിയുടെ സമയദോഷം പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല. അതെന്താ ചീരു നീ അങ്ങനെ പറഞ്ഞത്? ഞങ്ങളുടെ സമയം നന്നാവാതെ ദാസങ്ങൾ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവോ? അല്ലെങ്കിലും ദാസങ്ങളല്ലേ പണം മുടക്കി സ്ഥാപനം എടുക്കുന്നത്. അപ്പോ ഞങ്ങളുടെ സമയദോഷം ഒരു പ്രശ്നമാവില്ലല്ലോ ചിരു. നിങ്ങളുടെ രണ്ടുപേരുടെയും വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. എല്ലാം നല്ല രീതിയിൽ നടന്ന വലിയ സന്തോഷം. ഞാനും അച്ഛനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളാരോ ഉണർന്നു. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ കഴിക്കും.